ഇന്നത്തെ ആടുജീവിതം ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായ ബ്ലസി സംവിധാനം ചെയ്യുന്ന ദി ഗോട്ട് ലൈഫിന്റെ പ്രൊമോഷനുകൾക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഇന്ന് കൊച്ചിയിൽ വെച്ച് നടന്നിരിക്കുകയാണ്. AR റഹ്മാന്റെ ലൈവ് സംഗീത പരിപാടിയോടെയാണ് ചിത്രത്തിന്റെ ആദ്യ പ്രൊമോഷൻ ഓഡിയോ ലോഞ്ചിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. മാർച്ച് 28-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ എല്ലാവിധ ഫീലും നൽകുന്ന പെരിയോനെ റഹ്മാൻ എന്ന വരികളിൽ തുടങ്ങുന്ന ഗാനമാണ് ഓഡിയോ ലോഞ്ചിൽ ലൈവായിട്ട് AR റഹ്മാൻ ആലപിച്ചിരിക്കുന്നത്. എന്തായാലും ആടുജീവിതം എന്ന സിനിമയ്ക്കായിട്ടുള്ള പ്രതീക്ഷകളെല്ലാം തന്നെ ദിനം പ്രതി ഏറുകയാണ് എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. വരും ദിവസങ്ങളിൽ സിനിമയുടെ പ്രൊമോഷണൽ ഇന്റർവ്യൂസ്, പ്രസ് മീറ്റ് എല്ലാം തന്നെ പ്രതീക്ഷിക്കാം. ലാലേട്ടൻ, ടൊവിനോ തോമസ് തുടങ്ങിയവർ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ വിശിഷ്ടാതിഥികളായിട്ട് എത്തിയിരുന്നു. ഒപ്പം തന്നെ ചിത്രത്തിൽ ഒരു പുതിയ പ്രൊമോ ഗാനം കൂടി, ഹോപ്പ് എന്ന വരികളിൽ തുടങ്ങുന്ന ഗാനം കൂടി ഇന്ന് അല്പസമയം മുന്നേ യൂട്യൂബിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ കൂടുതൽ ഒഫീഷ്യൽ സ്റ്റില്ലുകളൊന്നും തന്നെ ഓഡിയോ ലോഞ്ചിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. ലീക്കാക്കപ്പെട്ട ഗാനവും ഒപ്പം തന്നെ ചിത്രത്തിലെ സ്റ്റില്ലെല്ലാം തന്നെയാണ് നമുക്ക് ട്വിറ്ററിലൂടെ എല്ലാം തന്നെ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ നജീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പൃഥ്വിരാജിന്റെ സിനിമയിലെ ഏറ്റവും പുതിയ സ്റ്റില്ല് കൂടി ഇന്ന് അല്പസമയം മുന്നേ പുറത്തു വന്നിരിക്കുകയാണ്. ഇതുവരെ പുറത്തു വന്ന സിനിമയുടെ എല്ലാ സ്റ്റില്ലുകളും ഒപ്പം തന്നെ പൃഥ്വിരാജിൻ്റെതായിട്ട് പുറത്തു വന്ന ലുക്കുകളെല്ലാം തന്നെ കാണുമ്പോൾ അദ്ദേഹം പൂർണ്ണ ഡെഡിക്കേഷൻ നൽകിക്കൊണ്ട് അഭിനയിച്ച സിനിമയാണ് ആടുജീവിതം എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു. സിനിമയുടെ ബിസിനസിന്റെ പ്രധാനപ്പെട്ട മേഖലയായ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. ഏഷ്യനെറ്റാണ് സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ന് നടന്ന ഓഡിയോ ലോഞ്ച് ഒഫീഷ്യൽ സംപ്രേഷണ അവകാശം ഏഷ്യനെറ്റ് സ്വന്തമാക്കിയെന്ന് അറിയാനായിട്ട് കഴിയുന്നു. അടുത്ത ഞായറാഴ്ചയോടെ അത് TV-യിൽ സംപ്രേഷണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോഴായിരിക്കും ഒരുപക്ഷെ സിനിമയെക്കുറിച്ചുള്ള പൃഥ്വിരാജിന്റെയും ബ്ലസ്സിയുടെയും ഒപ്പം തന്നെ അമല പോളിന്റെയും വാക്കുകൾ, ഒപ്പം തന്നെ വിശിഷ്ടാതിഥികളായിട്ട് എത്തിയ ലാലേട്ടൻ, ടൊവിനോ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം തന്നെ വാക്കുകൾ നമുക്ക് ലഭ്യമാകുക. എന്തായാലും കാത്തിരിക്കാം. ദി ഗോട്ട് ലൈഫ് എന്ന സിനിമയുടെ അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കേട്ട് കൂടുതൽ സിനിമാ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.